വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ മാജിക് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എനിക്കതിനൊരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം മാജിക് ചിക്കൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ചുവന്നുള്ളിയാണ്. അതൊരു 50 ചുവന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചതാണ്. ഇത് 50 എന്നുള്ളത് നമുക്ക് കുറച്ചെടുത്താലും മതി, പക്ഷെ കൂടുതലാണെങ്കിൽ അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനൊരു 50 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചത്. അരിയണതിന് പകരം നമുക്ക് ചതച്ചെടുത്താലും മതി. പിന്നെ വേണ്ടത് നമുക്ക് വറ്റൽമുളക് ചതച്ചതാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചതച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം. നമുക്ക് ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നമുക്കിതിലേക്ക് ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മൊരിഞ്ഞു വരണം. അപ്പോൾ ഇതാ അതേ എണ്ണയിൽ കിടന്ന് ഉള്ളിയും മുളകൊക്കെ നല്ലോണം പാകമായിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കണേ. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, അതുപോലെ മസാലയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നല്ലോണം വെന്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നമുക്കൊരു 15 മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കാം. തീ ഒരുപാട് കൂട്ടിയിടണ്ട. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം വേവാൻ വെക്കണം. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കത് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കണം.
ഇതൊരു 5 മിനിറ്റ് കൂടെ മൂടി വയ്ക്കാം. നമുക്കിത് നോക്കാം. അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മാജിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണിത്. ഇതിൽ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ മസാലപ്പൊടി ഒന്നും വേണ്ട. ചുവന്നുള്ളിയും ചതച്ച മുളക് കൊണ്ടെങ്കിൽ നമുക്ക് മാജിക് ചിക്കൻ ഉണ്ടാക്കാം. ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്